വാമനനാണ് ചവിട്ടി താത്തിയെന്ന്. അതെ അതെ, ചവിട്ടി താത്തി മേലോട്ട് അതെ മേലോട്ട് വന്നല്ലോ. പിന്നെ എങ്ങനെ ചവിട്ടി താത്തി എന്ന് പറയുമ്പോ മേലോട്ട് എങ്ങനെ വരിക? ആര് മഹാബലി എന്താ പറഞ്ഞോ എനിക്കറിയില്ല. മഹാബലി തമ്പുരാൻ കൊട്ടി തമ്മിലൊക്കെ തുപ്പി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ കൊട്ടി പറഞ്ഞ മഹാബലി തമ്പുരാനല്ലേ, അവരെ വയറിനെ കുറിച്ചൊക്കെ എന്താ പറയാ? ഹായ്, ഞാൻ AKC മുസ്തഫ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പബ്ലിക് ഒപ്പീനിയൻ പ്രാങ്ക് ആണ്. എന്ന് വെച്ചാൽ ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യവുമായി തുടങ്ങും. പക്ഷെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പരസ്പര വിരുദ്ധമായ രീതിക്ക് സംസാരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഓണാഘോഷം വന്നാണോ? അതെ. പേരെന്താ? ഞങ്ങൾ ഇവിടെ തന്നെ അടുത്ത് തന്നെ. പേരെന്താണ്? സെറീന. ഓണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓണം കേരളീയരുടെ ആഘോഷമാണ്. അപ്പൊ ജാതി മതം ഒന്നുമില്ല, എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നതാണ്. എന്റെ ചോദ്യം ഇതാണ്, മാവേലി തമ്പുരാൻ ഉണ്ടല്ലോ, അതെ, പാതാളത്തേക്ക് ചവിട്ടി താത്തി എന്നൊക്കെ പറഞ്ഞു. അത് ഇപ്പൊ താത്തി സമയത്ത് മേലെ മാവേലി ആ മൂന്നിനും താഴ്ത്തിയല്ലോ. താഴ്ത്തിയ സമയത്ത് പാതാളത്തേക്ക് മേലെ കയറി അവിടുന്ന് ആ പാതാളനെ കൂടി പറഞ്ഞ പ്രശ്നമായി. എന്താണ് സംഭവം? ആ പ്രശ്നത്തെ കുറിച്ചൊന്നും അറിയില്ല. വാമനനാണ് ചവിട്ടി താത്തിയെന്ന്. അതെ അതെ, ചവിട്ടി താത്തി മേലോട്ട് അതെ മേലോട്ട് വന്നല്ലോ. പിന്നെ എങ്ങനെ ചവിട്ടി താത്തി എന്ന് പറയുമ്പോ മേലോട്ട് എങ്ങനെ വരിക? പുരാണല്ലേ, പുരാണത്തിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ മാവേലി തമ്പുരാൻ കൊടൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ പാതാളത്തേക്ക് ഇറങ്ങി വയറൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞ അവിടെ വയറിലേക്ക് നോക്കിയാ ജസ്റ്റ് പ്രാങ്കാണ്. ഓക്കെ, എന്താ പേര്? ഷാഹിന. ഷാഹിന. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാവേലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൊല്ലം കൊല്ലം വരും. കൊല്ലം കൊല്ലം മാവേലി വരും. എങ്ങട്ടാ വരിക? എങ്ങട്ടാ വരിക അറിയോ? മലയാളിയുടെ വീട്ടിലേക്ക്. മലയാളിയുടെ വീട്ടില് ഏതൊക്കെ വീട്ടിലാ വരിക? ഓണം ആഘോഷിക്കുന്നവരെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് വരും. അപ്പൊ ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാവരും വീട്ടിലേക്കും മഹാബലി വന്ന് പോകുന്നതാണ്. മഹാബലി ആരാ? ഓക്കെ, മഹാബലി തമ്പുരാൻ താഴോട്ട് ചവിട്ടി താത്തിയല്ലോ. ചവിട്ടി താത്തിയും തോപ്പിൽ മഹാബലി ചവിട്ടി താത്തിയല്ലോ. താത്തി ഇങ്ങനെ പൊന്തിച്ചപ്പോ നമ്മൾ തൊപ്പിയും കാര്യങ്ങളൊക്കെ വയറും കാര്യങ്ങളൊക്കെ അതെന്താ അറിയാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ പറയും, മഹാബലി തമ്പുരാൻ കൊട്ടി തമ്മിലൊക്കെ തൊപ്പി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ കൊട്ടി പറഞ്ഞ ഓണം ആഘോഷിക്കാറില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ മഹാബലിന്റെ ഈ കൊടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ വയറും കാര്യങ്ങളൊക്കെ പറഞ്ഞേ അതിനെപ്പറ്റി. ഇവിടുന്ന് മഹാബലിന്റെ വയറും കാര്യങ്ങളൊക്കെ എന്ന സമയത്തുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തപ്പോ എന്താ ചെയ്തത്? ആര് മഹാബലി എന്താ പറഞ്ഞോ എനിക്കറിയില്ല. മഹാബലി നേരെ സമയത്ത് ഇങ്ങനെ ഓണത്തിന് ആഘോഷിക്കുമല്ലോ. അപ്പൊ ഈ കൊടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും നടക്കുന്ന സമയത്ത് മഹാബലി പാതാളത്തേക്ക് ഇറങ്ങി താത്തിയല്ലോ. അപ്പൊ ചവിട്ടി താത്തിയത് ആരാ? ഒരു പ്രാങ്ക് കൂടിയാണ് കേട്ടോ. പേരെന്താ? എവിടെ സ്ഥലം? ഓക്കെ, ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓണം പറയുന്നത് എന്താണ് മലയാളികളുടെ ഒരു ആഘോഷമാണ്. മാവേലി തമ്പുരാൻ ഉണ്ടല്ലോ, അറിയോ? മാവേലി തമ്പുരാൻ വയറും കാര്യം തൊപ്പിങ്ങനെ പറഞ്ഞ നേരെ ചോദിക്കാം. എന്ത് കണ്ടിട്ടുണ്ട്? മാവേലിനെ കണ്ടിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഓണത്തിന് ഈ താഴ്ത്തി മഹാബലി ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മേലെ കയറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ വയറും കാര്യങ്ങളൊക്കെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അതാണ് തവിച്ച് താത്തിയല്ലോ. ഓണത്തിന്റെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊണ്ട് തലയും നൽകുക എങ്ങനെ സംഭവങ്ങളായിട്ട് പറഞ്ഞേ. അല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? എന്താ കുഴപ്പമില്ലായിരുന്നു? ജസ്റ്റ് പ്രാങ്ക് എടുത്താ. മഹാബലി തമ്പുരാൻ അറിയില്ലേ? അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? മഹാബലി തമ്പുരാനല്ലേ, അവരെ വയറിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഈ മഹാബലി തമ്പുരാൻ പാതാളത്തേക്ക് താന്നല്ലോ. പാതാളത്തിലേക്ക് താഴ്ന്ന സമയത്ത് ചവിട്ടി താത്തി മേപ്പിന്നൊക്കെ പറഞ്ഞ തൊപ്പിയൊക്കെ അപ്പൊ അങ്ങനെ എന്താ ചെയ്യാ? ചവിട്ടി താഴ്ത്തുമ്പോഴോ? അല്ല, ചവിട്ടി താത്തി മേലേക്ക് പറഞ്ഞല്ലോ. ഏത് കേളി കയറിയപ്പോ അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോ കേളി കയറി ഇറങ്ങിയ സമയത്ത് ചോദിക്കുമ്പോ എന്താ പറയാ?
മനസ്സിലായില്ല. അതെന്ന് വെച്ചാല് മഹാബലി തമ്പുരാന് വയറൊക്കെ ഉണ്ടായിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുമല്ലോ. ഏതെങ്കിലും മോഡൽ സമയത്ത് മാതാലൊക്കെ പറഞ്ഞു നേരെ കൊടുത്ത് പറഞ്ഞിട്ട് എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഇല്ല ഒന്നും ചെയ്യാനില്ല. മഹാബലി തമ്പുരാനായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇല്ല ഒന്നും ചെയ്യാനില്ലല്ലേ? ജസ്റ്റ് പ്രാങ്ക് എടുത്തോ.